കോതമംഗലം KSRTC ഡിപ്പോ. അവിടെ ജീവനക്കാർ മദ്യപിച്ചിട്ടുണ്ടോ എന്നറിയാനാണ് ഇങ്ങനെയൊരു പരിശോധനയുമായി എത്തിയത്. പക്ഷേ ഈ പരിശോധിക്കുന്നവരെല്ലാം പോസിറ്റീവ്. വനിതാ ജീവനക്കാരും പരിശോധനയ്ക്ക് എത്തിയ സംഘവും ഊതിയപ്പോഴും ഫലം പോസിറ്റീവ് തന്നെ. ബ്രീത്ത് അനലൈസറാണ് ഈ ഉദ്യോഗസ്ഥർക്ക് മുട്ടൻ പണി കൊടുത്തത്. എന്തായാലും വലിയ പ്രശ്നങ്ങൾക്കൊന്നും നിൽക്കാതെ അവിടെ നിന്ന് അങ്ങ് കഴിച്ചിലായി. പ്രദീപ് ജോസഫ് ഉണ്ട് വിവരങ്ങളുമായി. പ്രദീപ്, ഇന്ന് സഭയിൽ KB ഗണേഷ് കുമാർ പറഞ്ഞത് ശമ്പളം കൊടുക്കും, പക്ഷേ കള്ളു കുടിക്കാൻ അനുവദിക്കില്ല. അപ്പം അതിനുള്ള മറുപടി കള്ളു കുടിച്ചോ എന്ന് അന്വേഷിക്കില്ല, കഞ്ഞി കുടിച്ചോ എന്ന് അന്വേഷിക്കുക എന്നൊക്കെയാണ്. ഇപ്പോൾ ഇത് കള്ളു കുടിച്ചോ എന്ന് പരിശോധിക്കാനുള്ള ഒരു കാര്യമാണ്. പക്ഷേ അത് വല്ലാത്ത പണിയായിപ്പോയി. നല്ലൊരു ഉപകരണം പോലും ഈ സംവിധാനത്തിൻ്റെ കയ്യിൽ ഇല്ലേ പ്രതിവേട്ട? അതെ, കടുവായെ കിടുവ് പിടിച്ചു എന്ന് പറയുന്ന പോലെയൊക്കെയാണ് ഇന്ന് കോതമംഗലം ഡിപ്പോയിൽ നടന്ന നാടകീയമായ സംഭവങ്ങൾ എന്ന് പറയുന്നത്. രാവിലെ ഏതാണ്ട് ഒരു 3:30 മണി കഴിഞ്ഞപ്പോൾ മുതൽ സ്പെഷ്യൽ സ്ക്വാഡ് ജീവനക്കാർ മദ്യപിച്ചിട്ടാണ് ജോലിക്ക് കയറുന്നത് എന്നറിയാൻ വേണ്ടി പരിശോധനകൾ നടത്തിയിരുന്നു. ഏതാണ്ട് 50ഓളം പേരെ പരിശോധിച്ചു. മദ്യപിച്ചവരായി ആരെയും കണ്ടെത്തിയില്ല. അങ്ങനെ പരിശോധന മുന്നോട്ട് പോകുന്നതിനിടെയാണ് 8 മണി കഴിഞ്ഞ് പരിശോധിച്ചപ്പം ഏതാണ്ട് എല്ലാ ആളുകളും പരിശോധനാ ഫലം പോസിറ്റീവ്. ആദ്യം പരിശോധിച്ച ഈ 8 മണിക്ക് ശേഷം ആദ്യം പരിശോധനയ്ക്ക് വിധേയനായ കണ്ടക്ടർമാർ ഉൾപ്പെടെ ആണയിട്ട് പറഞ്ഞു മദ്യപിച്ചിട്ടില്ലെന്ന്. ഡ്രൈവർമാർ പറഞ്ഞു 2-3 ദിവസമായി മദ്യപിച്ചിട്ടില്ലെന്ന്. അങ്ങനെ ഒരു സംശയം തീർക്കാൻ വേണ്ടി അവിടുത്തെ 2 വനിതാ ജീവനക്കാരികളെ ഉൾപ്പെടെ പരിശോധിച്ചു. അവരെ പരിശോധിച്ചപ്പം അവരും പോസിറ്റീവ്. ഏറ്റവും അവസാനം എന്ത് ചെയ്തു? ഈ പരിശോധനയ്ക്കെത്തിയ സംഘം സ്വയം ഒരു പരിശോധനയ്ക്ക് തയ്യാറായി. അവരെ പരിശോധിച്ചപ്പോൾ അവരും പോസിറ്റീവ്. അതോടെ മനസ്സിലായി ഇത് സംഭവം എന്തോ പ്രശ്നമാണ്, മെഷീൻ്റെ തകരാറായിരിക്കാമെന്ന്. അങ്ങനെ പെട്ടെന്ന് പരിശോധന അവസാനിപ്പിക്കുകയായിരുന്നു. എന്തായിരുന്നാലും ജീവനക്കാരുടെ സംഘടനകൾ പലപ്പോഴും ഇത്തരത്തിലുള്ള പരിശോധനകൾക്കെതിരെ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. നേരത്തെ തിരുവനന്തപുരത്തും മറ്റും പ്രതിഷേധം ഉയർന്നിരുന്നു. പക്ഷേ അപകടങ്ങൾ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി പരിശോധന ഒഴിവാക്കാനാവില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് KSRTC മാനേജ്മെൻറ്റ് നിൽക്കുന്നത്. ഇപ്പോഴത്തെ ഈ സംഭവം ഒരുപക്ഷെ ഒറ്റപ്പെട്ടതായിരിക്കാം. പക്ഷേ നേരത്തെ തൃപ്പൂണിത്തുറയിലും മറ്റും ഇത്തരം പരിശോധനകൾ നടത്തിയപ്പോൾ KSRTC ജീവനക്കാരും സ്വകാര്യ ബസ് ജീവനക്കാരും മറ്റ് ടാക്സി വാഹനങ്ങളിലെ ഡ്രൈവർമാരും മറ്റ് വ്യക്തികൾ, സ്വകാര്യ വ്യക്തികൾ ഉൾപ്പെടെയുള്ളവർ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. പലപ്പോഴും പിടിക്കപ്പെടുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ പരിശോധനകൾ എന്തായിരുന്നാലും അവസാനിപ്പിക്കാൻ കഴിയുമെന്നത് ശരിയല്ല. അതേസമയം ഇത്തരം ഉപകരണങ്ങൾ അങ്ങേയറ്റം കൃത്യത പാലിക്കേണ്ടതുണ്ട്. കാരണം അതല്ലെങ്കിൽ അത് വെറുതെ ആളുകളെ കൊച്ചാക്കുന്നതിന് തുല്യമാണ്. ഒരു തെറ്റും ചെയ്യാതെ ഞാൻ വെള്ളം അടിച്ചെന്ന് ഈ മെഷീൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആളുകൾ എന്ത് ചെയ്യും? അപ്പോൾ നല്ല മെഷീൻ കൂടി വാങ്ങിച്ചു കൊടുക്കാൻ മന്ത്രി KB ഗണേഷ് കുമാർ ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കള്ള് കുടിക്കാതിരിക്കണം, അങ്ങനെയാണ് വണ്ടി ഓടിക്കേണ്ടത്. പക്ഷേ കഞ്ഞി കുടിക്കണമെന്ന് ഉറപ്പുവരുത്താനുള്ള കാര്യങ്ങളും കൂടി ചെയ്യുന്നുണ്ട് എന്നാണ് പ്രതീക്ഷ. അപ്പോൾ ഇതാണ് ഒരു ബ്രത്ത് അനലൈസർ നൽകിയ പണിയുടെ കഥ. ശരി.